ഇന്ന് നമ്മൾ പഠിക്കുന്നത് സെക്ഷൻ 64 ഓഡിറ്റാണ്. വകുപ്പ് 64(4) പ്രകാരം ചീഫ് എക്സിക്യൂട്ടീവ് സാമ്പത്തിക വർഷം അവസാനിച്ച് ഒരു മാസത്തിനകം, അതായത് മാർച്ച് 31 സാമ്പത്തിക വർഷം അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചീഫ് എക്സിക്യൂട്ടീവ് സാമ്പത്തിക വർഷം അവസാനിച്ച് ഒരു മാസത്തിനകം, അങ്ങനെ വരുമ്പോൾ ഏപ്രിൽ 30 ഓഡിറ്റിന് കണക്കുകൾ തയ്യാറാക്കി ഭരണസമിതിക്ക് മുമ്പാകെ നമ്മൾ സമർപ്പിക്കണം. അപ്പോൾ ആ ഒരു ദിവസവും ആ ഒരു കണക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. സെക്ഷൻ 64(4) പ്രകാരമാണ് ചീഫ് എക്സിക്യൂട്ടീവ് സാമ്പത്തിക വർഷം അവസാനിച്ച്, അതായത് മാർച്ച് 31 കഴിഞ്ഞ് ഒരു മാസത്തിനകം എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത ഏപ്രിൽ 30 ഓഡിറ്റിനാവശ്യമായ കണക്കുകൾ തയ്യാറാക്കി ഭരണസമിതിക്ക് മുമ്പാകെയാണ് സമർപ്പിക്കേണ്ടത്. അപ്പോൾ അതിനകത്ത് നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്, ഭരണസമിതിക്ക് മുമ്പാകെയാണ് ഇത് സമർപ്പിക്കുന്നത്. ഒരു മാസത്തിനകം, അതായത് ഏപ്രിൽ 30 ഓഡിറ്റിനാവശ്യമായ രേഖകൾ സമർപ്പിക്കേണ്ടത് ഭരണസമിതിക്ക് മുമ്പാകെയാണ്. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ കൺഫ്യൂഷനാക്കുന്ന ഒരു ചോദ്യമാണ്, ഭരണസമിതിക്ക് മുമ്പാകെയാണ് അതോ ഓഡിറ്ററിന് മുമ്പാകെയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഭരണസമിതിക്ക് മുമ്പാകെയാണ് സ്റ്റേറ്റ്മെൻറ്റുകൾ ആദ്യം തയ്യാറാക്കി ചീഫ് എക്സിക്യൂട്ടീവ് കൊടുക്കേണ്ടത്. വകുപ്പ് 64(4)(a) പ്രകാരം ചീഫ് എക്സിക്യൂട്ടീവ് സമർപ്പിച്ച കണക്കുകൾ ഭരണസമിതി ഒരു മാസത്തിനകം, അതായത് മെയ് 31 ഓഡിറ്റർക്ക് സമർപ്പിക്കണം. അതായത് ചീഫ് എക്സിക്യൂട്ടീവ് കൊടുത്ത കണക്കുകൾ, സ്റ്റേറ്റ്മെൻറ്റുകൾ ഒരു മാസത്തിനകം, അതായത് ഏപ്രിൽ 30 കഴിഞ്ഞ് ഒരു മാസം എന്ന് പറയുമ്പോൾ മെയ് 31 ഓഡിറ്റർക്ക് കൊടുക്കേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഭരണസമിതിക്കാണ്. ചീഫ് എക്സിക്യൂട്ടീവ് അല്ല കൊടുക്കുന്നത്, ഭരണസമിതിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ചീഫ് എക്സിക്യൂട്ടീവ് സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കി ഭരണസമിതിക്ക് കൊടുക്കുന്നു. ഭരണസമിതി സ്റ്റേറ്റ്മെൻറ്റുകൾ പരിശോധിച്ചതിന് ശേഷം ഓഡിറ്റർക്ക് കൊടുക്കുന്നു. അടുത്തത് വകുപ്പ് 64(5) പ്രകാരം ബാങ്കിൽ നിന്ന് കണക്ക് ലഭിച്ച് 4 മാസത്തിനകം, അതായത് മെയ്യിലായിരിക്കും കിട്ടുന്നത്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, അതായത് സെപ്റ്റംബർ 30 ഓഡിറ്റ് പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് മേലധികാരിക്ക് സമർപ്പിക്കണം. ശ്രദ്ധിക്കണം, മേലധികാരിക്കാണ് ഓഡിറ്റർ സമർപ്പിക്കുന്നത് ആദ്യം. വകുപ്പ് 64(4)(b) ഓഡിറ്റ് റിപ്പോർട്ട് ലഭിച്ച് 3 മാസത്തിനകം, അതായത് ഡിസംബർ 31 മേലധികാരി സംഘത്തിന് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് അംഗീകരിച്ച് നൽകണം. അപ്പോൾ ഈ മാസങ്ങൾക്കെല്ലാം പ്രാധാന്യമുണ്ട് പരീക്ഷയ്ക്ക്. ഒന്നെന്ന് പറഞ്ഞാൽ മാർച്ച് 31 പ്രാധാന്യം എന്താണ്, ഏപ്രിൽ 30 പ്രാധാന്യം എന്താണ്, മെയ് 31 പ്രാധാന്യം എന്താണ്, സെപ്റ്റംബർ 30 പ്രാധാന്യം എന്താണ്, ഡിസംബർ 31 പ്രാധാന്യം എന്താണ്. മാർച്ച് 31 സാമ്പത്തിക വർഷം അവസാനിക്കുന്നത്. ഏപ്രിൽ 30 ചീഫ് എക്സിക്യൂട്ടീവ് ഭരണസമിതിക്ക് കൊടുക്കേണ്ടത് സ്റ്റേറ്റ്മെൻറ്റുകൾ, ഓഡിറ്റിനാവശ്യമായ സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുക്കേണ്ടത്. ഏപ്രിൽ 30 കഴിഞ്ഞ് മെയ് 31 ഭരണസമിതി ഈ കണക്കുകൾ പരിശോധിച്ചതിന് ശേഷം ഓഡിറ്റർക്ക് കൊടുക്കുന്നത്. മെയ് 31 ഓഡിറ്റർക്ക് കിട്ടിക്കഴിഞ്ഞാൽ 4 മാസം, അതായത് ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ 30 ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് മേലധികാരിക്ക് കൊടുക്കണം. മേലധികാരി പറയുമ്പോൾ ഓഡിറ്ററിൻ്റെ മേലധികാരിക്കാണ് കൊടുക്കേണ്ടത്. ഈ മേലധികാരി തൊട്ട് 3 മാസത്തിനകം, അതായത് ഒക്ടോബർ, നവംബർ, ഡിസംബർ 31 പരിശോധിച്ചതിന് ശേഷം ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് അംഗീകരിച്ച് നമ്മുടെ ബാങ്കിന് അഥവാ സംഘത്തിന് നൽകണം. സെക്ഷൻ 64 പ്രധാനപ്പെട്ട പോയിൻറ്റുകൾ ഇതൊക്കെയാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.